ശിവഗിരി എച്ച് റേഡിയോ സദസനിത പനിത മഗ മഗരിസ സദസനിത പനിത മഗ മഗരിസ ശിവഗിരി എച്ച് റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് ശില്പ, നിമിഷ ബിജു, നേഹ സനിൽകുമാർ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. ഫ്രാൻസിൽ ബാർണിയ സർക്കാർ നിലം പൊത്തി. പ്രോബ 3 ഇരട്ട ഉപഗ്രഹ വിക്ഷേപണം വിജയം. ആലപ്പുഴ വാഹനാപകട മരണം 6 ഉരുൾപൊട്ടി രോഷം. വ്യാഴം വിസ്മയ കാഴ്ച. കർഷകർ വീണ്ടും ഡൽഹിയിലേക്ക് പ്രക്ഷോഭത്തിന്. കൗമാരക്കുതിപ്പിന് കലിംഗ ട്രാക്ക്. അടുത്ത വർഷം ഇന്ത്യ സന്ദർശന വേളയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ശിവഗിരിയിൽ വരും. വയനാടിനുള്ള ധനസഹായം പാർലമെന്റിൽ ചർച്ച നടന്നില്ല. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ഫ്രാൻസിൽ ബാർണിയ സർക്കാർ നിലം പൊത്തി. ഫ്രാൻസിൽ ഇടതുപക്ഷം അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പാസ്സായതോടെ മിഷേൽ ബാർണിയ ഗവൺമെന്റ് നിലം പതിച്ചു. അവിശ്വാസം പാസ്സാക്കാൻ 288 വോട്ട് വേണമെന്നിരിക്കെ 331 എംപിമാർ അനുകൂലിച്ചു. ഇതോടെ ഏറ്റവും കുറഞ്ഞ കാലം അധികാരത്തിലിരുന്ന ഫ്രാൻസ് പ്രധാനമന്ത്രിയായി ബാർണിയ മാറി. 3 മാസം മാത്രമാണ് ഭരിക്കാനായത്. ഫ്രാൻസിൽ 1962 ശേഷം ആദ്യമാണ് ഗവൺമെന്റ് അവിശ്വാസ പ്രമേയത്തിൽ പുറത്താക്കുന്നത്. അവിശ്വാസം പാസ്സായതോടെ ബാർണിയ രാജി നൽകി. പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാണ്. എന്നാൽ 2027 കാലാവധി പൂർത്തിയാക്കും വരെ തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വീണ്ടും തെരഞ്ഞെടുപ്പ് സാധ്യമല്ലാത്തതിനാൽ മാക്രോണിന് പുതിയ പ്രധാനമന്ത്രിയെ പ്രഖ്യാപിക്കേണ്ടി വരും. വൻ നികുതി വർധനയും ചെലവ് ചുരുക്കലും നിർദ്ദേശിച്ച് ബാർണിയ സർക്കാർ അവതരിപ്പിക്കാനിരിക്കുന്ന ബഡ്ജറ്റിനോടുള്ള ഇടതുപക്ഷത്തിന്റെ വിയോജിപ്പുകളാണ് സർക്കാരിന്റെ പതനത്തിലേക്ക് നയിച്ചത്. പ്രധാനമന്ത്രിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് വോട്ടിനിടാതെ ധനബൽ പാസാക്കാൻ ബാർണിയ നീക്കം നടത്തിയതോടെയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. ജൂലൈയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം 3ാം സ്ഥാനത്തേക്ക് തള്ളിയ മരീൻ ലെ പെന്നിന്റെ തീവ്ര വലതു പാർട്ടി നാഷണൽ റാലി 140 അംഗങ്ങൾ അപ്രതീക്ഷിതമായി പ്രമേയത്തെ പിന്തുണച്ചു. 190 സീറ്റോടെ ഒന്നാമതെത്തിയ ഇടതുപക്ഷം അധികാരത്തിൽ എത്തിരിക്കാനായി 160 സീറ്റ് മാത്രമുള്ള തൻ്റെ എൻസെമ്പിൾ സംഘത്തെ ഭരണം ഏൽപ്പിക്കാനായിരുന്നു മാക്രോൺ. പ്രോബ 3 ഇരട്ട ഉപഗ്രഹ വിക്ഷേപണം വിജയം. സൂര്യകിരണങ്ങളെ പഠിക്കാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പ്രോബ 3 ഇരട്ട ഉപഗ്രഹങ്ങൾ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വെള്ളിയാഴ്ച വൈകിട്ട് 4:04 വിജയകരമായി വിക്ഷേപിച്ചു. ISROയുടെ PSLV-C 59 റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. ഭൂമിയിൽ നിന്ന് 600 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാണ് വിക്ഷേപിച്ചത്. പിന്നീട് 60,000 കിലോമീറ്ററിലേക്ക് ഉയർത്തും. ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സഹകരിച്ചാണ് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത്. 1860 കോടി രൂപയാണ് ചെലവ്. ബുധനാഴ്ച നടത്താനിരുന്ന വിക്ഷേപണം കൗണ്ട് ഡൗൺ അവസാനിക്കാൻ 43 മിനിറ്റും 50 സെക്കൻഡും ശേഷിക്കെ മാറ്റിവെച്ചിരുന്നു. ഇരട്ട ഉപഗ്രഹങ്ങളിലൊന്നായ കൊറോണോഗ്രാഫിലാണ് പ്രശ്നം കണ്ടെത്തിയത്. ഒക്കൾട്ടർ ആണ് രണ്ടാമത്തെ പേടകം. സൂര്യന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും ബാഹ്യഭാഗത്തുള്ളതും ചൂടേറിയതുമായ കൊറോണയെ പഠിക്കുകയാണ് ഉപഗ്രഹങ്ങളുടെ ലക്ഷ്യം. ആലപ്പുഴ വാഹനാപകട മരണം 6 ആലപ്പുഴയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന ഒരു വിദ്യാർത്ഥി കൂടി മരിച്ചു. MBBS 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന ആലപ്പുഴ എടത്വ സ്വദേശി ആൽബിൻ ജോർജാണ് മരിച്ചത്. അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ഇതോടുകൂടി 6. അതേസമയം വിദ്യാർത്ഥികൾക്ക് വാഹനം നൽകിയത് നിയമവിരുദ്ധമായാണെന്ന് കണ്ടെത്തി. ഉരുൾപൊട്ടി രോഷം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സഹായിക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരിന് താക്കീതായി കേരളത്തിന്റെ പ്രതിഷേധം. LDF സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച സമരം മോദി സർക്കാരിനെതിരെയായിരുന്നുള്ള പ്രതിഷേധ ഖനിയായി. തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്കും മറ്റു ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കുമായിരുന്നു മാർച്ച്. ഓരോ കേന്ദ്രങ്ങളിലും വയനാടിന് ഐക്യദാർഢ്യമായി ജനലക്ഷങ്ങൾ അണിനിരന്നു. വയനാടെന്താ ഇന്ത്യയല്ലേ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രക്ഷോഭം. ധനസഹായം ലഭ്യമാക്കണമെന്ന് സംസ്ഥാന സർക്കാർ നിരന്തരം ആവശ്യപ്പെടുകയും വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടുകയും ചെയ്തിട്ടും കേന്ദ്രം തുടരുന്ന അവഗണനയ്ക്കെതിരായ ജനരോഷം അണപൊട്ടി.
ദുരന്തഘട്ടത്തിൽ വ്യോമസേന നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് ചെലവായ തുക എന്ന പേരിൽ 153 കോടി രൂപ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്ത കേന്ദ്ര നിലപാടും പ്രതിഷേധം ആളിക്കത്തിച്ചു. തിരുവനന്തപുരത്ത് മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം രാജ്ഭവന് മുന്നിൽ പോലീസ് തടഞ്ഞു. ധർണ CPM സംസ്ഥാന സെക്രട്ടറി M ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വ്യാഴം വിസ്മയ കാഴ്ച. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴം ഞായറാഴ്ച രാത്രി സൂര്യന് നേരെ എതിരെ വരും. ഭൂമി സൂര്യനും വ്യാഴത്തിനും ഇടയിൽ നേർരേഖയിൽ വന്ന് കടന്നു പോകും. സൂര്യനെതിരെ വരുന്നതിനാൽ ഓപ്പോസിഷൻ ഓഫ് ജൂപ്പിറ്റർ എന്ന് അറിയപ്പെടുന്ന ഈ പ്രതിഭാസം ഇന്ത്യയിലും ദൃശ്യമാവും. വ്യാഴത്തെ അതിന്റെ പൂർണ്ണ തിളക്കത്തിൽ കാണാനാകും. ഈ സമയത്ത് ഗ്രഹത്തെയും അതിന്റെ 4 വലിയ ഉപഗ്രഹങ്ങളായ ആയോ, യൂറോപ്പ, ഗാനിമീഡ്, കാലിസ്റ്റോ എന്നിവയെയും നിരീക്ഷിക്കാം. ടെലിസ്കോപ്പോ ബൈനോക്കുലറോ ഉപയോഗിച്ചാൽ വ്യക്തമായി കാണാം. ശനിയാഴ്ച സൂര്യാസ്തമയത്തോടെ കിഴക്ക് വടക്ക് കിഴക്ക് ആകാശത്ത് ടോറസ് നക്ഷത്ര സമൂഹത്തിന് സമീപം വ്യാഴം ഉദിക്കും. അപ്പോഴും ഗ്രഹത്തിന്റെ വാതക പടലങ്ങളും ഉപഗ്രഹങ്ങളും ദൃശ്യമാവും. സൂര്യന് അഭിമുഖമായ വ്യാഴത്തിന്റെ പ്രതലമാണ് ഭൂമിയിൽ നിന്ന് കാണാനാകുന്നത്. കർഷകർ വീണ്ടും ഡൽഹിയിലേക്ക് പ്രക്ഷോഭത്തിന്. മിനിമം താങ്ങുവില ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് പഞ്ചാബിൽ നിന്നും കർഷകർ വീണ്ടും സമരത്തിന് ഡൽഹിയിലേക്ക്. 250 കർഷക യൂണിയനുകൾ ഉൾപ്പെടുന്ന സംയുക്ത കിസാൻ മാർച്ച്, കിസാൻ മത്സൂരത് മാർച്ച് എന്നിവയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലേക്ക് കർഷകർ കാൽനട സമരജാഥ ആരംഭിക്കുന്നു. കൗമാരക്കുതിപ്പിന് കലിംഗ ട്രാക്ക്. കൊടും തണുപ്പ് എന്ന് പറയാനില്ല, എങ്കിലും തണുത്ത കാലാവസ്ഥയാണ് ഒഡീഷയിൽ. എങ്കിലും ഭുവനേശ്വറിലുള്ള കലിംഗ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്ക് ചൂട് പിടിപ്പിക്കാൻ സജ്ജമാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച കൗമാര താരങ്ങൾ പോരിനിറങ്ങുന്ന ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിന് നാളെ തുടക്കമാകും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അത്ലറ്റിക്കുകൾ ഭുവനേശ്വറിലേക്ക് എത്തുന്നു. 98 ഇനങ്ങളിലായി 2000-ലധികം താരങ്ങൾ പുതിയ വേഗവും ഉയരവും ദൂരവും കണ്ടെത്താൻ ട്രാക്കിലും ഫീൽഡിലും മാറ്റുറയ്ക്കും. ഇന്നലെ ISL മത്സരമായതിനാൽ അത്ലറ്റിക്കുകൾ പ്രധാന സ്റ്റേഡിയത്തിനു സമീപമുള്ള സിന്തറ്റിക് ട്രാക്കിലാണ് പരിശീലനത്തിന് ഇറങ്ങിയത്. 5 മണിയോടെ ഇരുട്ട് വീണു. ബാക്കി പരിശീലനം ഫ്ലഡ് ലൈറ്റ് വെളിച്ചത്തിലായിരുന്നു. കേരളത്തിൽ നിന്ന് നേരത്തെ എത്തിയ ഏതാനും താരങ്ങൾ പരിശീലനം നടത്തി. കോഴിക്കോട് ഉഷ സ്കൂളിലെ 3 താരങ്ങളും ദേശീയ ജൂനിയർ സ്കൂൾ മീറ്റ് കഴിഞ്ഞ് ലക്നൌവിൽ നിന്ന് നേരിട്ടെത്തിയ താരങ്ങളുമാണ് പരിശീലനത്തിന് ഇറങ്ങിയത്. 108 അംഗ സംഘമാണ് കേരളത്തിലുള്ളത്. തിരുവനന്തപുരം സായി സെന്ററിലെ താരങ്ങളും ഇന്നലെ എത്തി രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. അടുത്ത വർഷം ഇന്ത്യ സന്ദർശന വേളയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ശിവഗിരിയിൽ വരും. ഫ്രാൻസിസ് മാർപ്പാപ്പ അടുത്ത വർഷം ഇന്ത്യ സന്ദർശന വേളയിൽ ശിവഗിരിയിൽ എത്താമെന്ന് അറിയിച്ചതായി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. മാർപ്പാപ്പയെ ശിവഗിരിയിലേക്ക് ക്ഷണിച്ചു. മഠത്തിൽ എത്തിച്ചേരണമെന്ന് പ്രത്യേക അഭ്യർത്ഥനയായി മഠത്തിലെ സന്യാസിമാർ മാർപ്പാപ്പയെ ധരിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം അദ്ദേഹം അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കുന്ന വേളയിൽ ശിവഗിരിയിലും എത്താമെന്ന് അറിയിച്ചു. വയനാടിനുള്ള ധനസഹായം പാർലമെന്റിൽ ചർച്ച നടന്നില്ല. വയനാട് ദുരന്തത്തിനുള്ള ധനസഹായത്തിന്റെ കാര്യത്തിൽ പാർലമെന്റിൽ ഇന്നലെ ചർച്ച നടന്നില്ല. ദുരന്ത നിവാരണ നിയമ ഭേദഗതി ബില്ലിലെ ചർച്ചയിൽ വിഷയം പ്രിയങ്ക ഗാന്ധിയും കേരളത്തിലെ MP-മാരും ഉന്നയിക്കാൻ തീരുമാനിച്ചിരുന്നു. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ മറുപടിയും ഇക്കാര്യത്തിൽ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ലോക്സഭാ ബഹളം കാരണം പിരിച്ചുവിട്ടതിനാൽ ബില്ല് ചർച്ചയ്ക്കെടുത്തില്ല. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ഫ്രാൻസിൽ ബാർണിയ സർക്കാർ നിലം പൊത്തി. പ്രോബ 3 ഇരട്ട ഉപഗ്രഹ വിക്ഷേപണം വിജയം. ആലപ്പുഴ വാഹനാപകട മരണം 6 ആയി. ഉരുൾപൊട്ടി രോഷം. വ്യാഴം വിസ്മയ കാഴ്ച. കർഷകർ വീണ്ടും ഡൽഹിയിലേക്ക് പ്രക്ഷോഭത്തിന്. കൗമാരക്കുതിപ്പിന് കലിംഗ ട്രാക്ക്. അടുത്ത വർഷം ഇന്ത്യ സന്ദർശന വേളയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ശിവഗിരിയിൽ വരും. വയനാടിനുള്ള ധനസഹായം പാർലമെന്റിൽ ചർച്ച നടന്നില്ല. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി 7ാം ക്ലാസ് D ഡിവിഷനിലെ അശ്വൻ.
പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ഭാരതത്തിന്റെ ഭരണഘടന നിലവിൽ വന്നിട്ട് എത്ര വർഷമായി? 75. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. sa sa da sa ni da pa ni da ma ga ma ga re sa. അറിവും പൊരുളും പരിപാടിയിൽ പാരന്റിങ്ങിനെ കുറിച്ച് ലഘുവിവരണം അവതരിപ്പിക്കുന്നത് ദിയാദീപൻ. പാരന്റിങ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ സ്വന്തം ആവശ്യങ്ങൾക്കായി പ്രതികരിക്കുന്നു. അവരെ ക്രമേണ സാമൂഹ്യ ജീവിയായി വളർത്തേണ്ട കടമ രക്ഷകർത്താക്കൾക്കുള്ളതാണ്. കുട്ടിയെ ഞാനെന്ന മാനസികാവസ്ഥയിൽ നിന്ന് നമ്മൾ എന്ന മാനസികാവസ്ഥയിലേക്ക് മാറ്റാൻ ആദ്യമായി രക്ഷകർത്താക്കൾ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തിയാണിത്. ഇപ്രകാരം ചെയ്യുമ്പോൾ മക്കൾ വലുതായി കഴിഞ്ഞാലും സമൂഹവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാനും മുന്നോട്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കാനും അവർക്ക് കരുത്താർജിക്കുന്നതാണ്. കുട്ടികളോട് മാതാപിതാക്കൾ സ്നേഹം പ്രകടിപ്പിക്കാൻ സമയം കണ്ടെത്തണം. സ്നേഹം കണ്ടും അനുഭവിച്ചും കുട്ടികൾ വളരണം. ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം മാറ്റിവെച്ച് അവരോട് സന്തോഷമായി സംസാരിക്കുകയും തമാശ പറയുകയും കളിക്കുകയും ദിവസം ഒരു നേരമെങ്കിലും അവർക്കായി സമയം കണ്ടെത്താൻ നമുക്ക് കഴിയണം. അവരെ കേൾക്കാനും അവരുടെ തമാശ കേൾക്കാനും തമാശ അവരോട് പറയാനും വായിച്ച കഥകൾ പറഞ്ഞു കൊടുക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും ഔട്ടിംഗ് പോകുന്നതിനും എല്ലാം കുട്ടികൾ നമ്മളുടെ ഒപ്പം ഉണ്ടായിരിക്കേണ്ടതാണ്. കുട്ടികൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക, അവരുടെ സുഹൃത്തായി തീരുക. നമ്മൾ മാതാപിതാക്കളാണെന്നും അവർ കുട്ടികളാണെന്നുമുള്ള ബോധം രക്ഷകർത്താക്കൾക്ക് ഉണ്ടാകണം. നമ്മൾ ജീവിതത്തിൽ ധാരാളം അനുഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ കുട്ടികൾ അവർ വളർന്നു വരുന്നതേയുള്ളൂ. അവരെ നമ്മുടെ പ്രായവുമായി താരതമ്യം ചെയ്ത് സംസാരിക്കരുത്. അവർക്ക് അപ്രകാരം ചിന്തിക്കാനുള്ള പ്രായം എത്തിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും ചെറിയ പ്രായത്തിൽ മുതിർന്നവരാകില്ല എന്ന ബോധ്യം നമ്മൾക്കുണ്ടാകണം. കുട്ടികൾ തെറ്റ് ചെയ്താലും ദേഷ്യപ്പെടുന്നതിന് പകരം സ്നേഹം കൊണ്ട് തെറ്റ് തിരിച്ചറിയിക്കുക. മാതാപിതാക്കൾ കുട്ടിയുടെ മുൻപിൽ കള്ളം പറയാനോ ചെയ്യാനോ പാടില്ല. സത്യസന്ധരായിരിക്കുക. കുട്ടികൾ ജനിക്കുന്നത് സത്യസന്ധരായിട്ടാണ്. നന്മകൾ അവരിൽ മാതൃകയാക്കേണ്ടത് രക്ഷകർത്താക്കളാണ്. കുട്ടികളെ ആരോടും താരതമ്യം ചെയ്യരുത്. കുട്ടിയെ അവനായി വളരാൻ ഇടവരുത്തുക. കുട്ടിയുടെ റോൾ മോഡൽ മാതാപിതാക്കളാണ്. ആഹാരം കൊണ്ട് വയറു നിറയ്ക്കാം, പക്ഷേ സ്നേഹം കൊണ്ട് മനസ്സ് നിറയ്ക്കാൻ കഴിയൂ. നമ്മൾ നടുന്ന വിത്തിന് അനുസരിച്ചേ പൂക്കൾ വിരിയുകയുള്ളൂ. കാഞ്ഞിരം നട്ടിട്ട് മധുരനാരങ്ങ പിടിക്കണമെന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. കുട്ടികളെ മറ്റുള്ളവരോട് താരതമ്യം ചെയ്യുമ്പോൾ അവരിൽ നിരാശ, ഭയം, ആത്മവിശ്വാസക്കുറവ്, ഒളിച്ചോട്ടം, ആത്മഹത്യ പ്രവണത, മയക്കുമരുന്നിന് അടിമ ഇവയെല്ലാം ഉണ്ടാകാൻ കാരണമാകുന്നു. കുറ്റപ്പെടുത്തലുകൾ കൊണ്ടുള്ള പൊട്ടിത്തെറിച്ചിലുകളാണ് ഒരു കുട്ടിയുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിവേര് തകർത്തു കളയുന്നത്. മാതാപിതാക്കൾ എല്ലാം തികഞ്ഞവരും കുട്ടികളെ കുറ്റക്കാരുമാക്കുന്ന ഒരു മോശം പ്രവണത നമ്മളുടെ ഇടയിൽ ഉണ്ട്. അവരുടെ പ്രതികരണ രീതിയിലെ എല്ലാ കുറ്റങ്ങളും ചാർത്തിവെക്കുന്ന മാതാപിതാക്കളുടെ മാനസിക സമ്മർദ്ദങ്ങളും ദേഷ്യവും തീർക്കാൻ കുട്ടികളെ അടിച്ചും ഭീഷണിപ്പെടുത്തിയും കാര്യങ്ങൾ തീർക്കുന്നു. ഇത്തരം പ്രശ്നങ്ങൾ പ്രവർത്തിക്കുന്ന മാതാപിതാക്കളോട് മക്കൾ തൽക്കാലമൊന്നും പറയില്ല. പക്ഷേ അവരുടെ മനസ്സിൽ ആ മുറിപ്പാട് അവശേഷിക്കും എന്നത് നാം ഒരിക്കലും മറക്കരുത്. മാതാപിതാക്കളിൽ അടങ്ങിയിരിക്കുന്ന കോപമാണ് കുട്ടികളും അവരുടെ ജീവിതത്തിൽ ഒരു പരിധിവരെ പകർത്തുന്നത്. അത് പ്രധാന ദൂഷ്യമായി മാറുന്നു. മക്കളുടെ മുന്നിൽ ദേഷ്യം മാറ്റിവെച്ച് സ്നേഹവും സമാധാനവും ബഹുമാനവും കാരുണ്യവും നിറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്താൽ ഈ സമൂഹത്തിൻ്റെ കരുത്തായി നമ്മളുടെ മക്കൾ മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.